നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യവും നിർഭാഗ്യവും മാറിമറിഞ്ഞ് വരുന്നതാണ്. ചില അവസരങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൗർഭാഗ്യങ്ങൾ അകന്ന് ഭാഗ്യം കടന്നു വരുമ്പോൾ പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം ചിലർക്കുണ്ട്. എന്നാൽ ചിലർക്കത് മനസ്സിലാവുകയും വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഞാൻ ഈ പരാമർശിക്കുന്നതായ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ആ വിശേഷപ്പെട്ട ലക്ഷണങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് പലപ്പോഴും പണം വന്നു ചേരും. അത് ശമ്പളമായോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ പണം വന്നു ചേർന്നു എന്ന് വരാം. ചിലർക്ക് ആ പണം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. കൈകളിലേക്ക് പണം വന്നു ചേരുമ്പോൾ തന്നെ നഷ്ടമാകുന്നതായ സാഹചര്യം പലർക്കുമുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ആരംഭിക്കുന്നു എങ്കിൽ തീർച്ചയായും കൈകളിൽ പണം നിൽക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പണം കൈകളിൽ നിൽക്കുകയും ശരിയായ രീതിയിൽ തന്നെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെയും ഉയർച്ചയെയും സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും നിങ്ങൾ വസ്തുക്കൾ വാങ്ങുന്നതായ അവസരത്തിൽ അത് വസ്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ വാങ്ങുമ്പോൾ വെള്ള, നീല, പച്ച, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള വസ്തുക്കൾ അധികമായി നിങ്ങൾ അറിയാതെയാണ് എങ്കിലും വാങ്ങിപ്പോകുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാക്കുന്നു. പല ആവർത്തിയായി നിങ്ങൾ ഇപ്രകാരം ഈ നിറത്തിലുള്ള കാര്യങ്ങളാകും കൂടുതലായും വാങ്ങുക. ഇപ്രകാരം സംഭവിക്കുന്നതും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഉയർച്ചയെ, സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങളുണ്ടാകാം. ചിലർക്ക് ഈ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത പോലും ഉണ്ടാകണം എന്നില്ല. എന്നാൽ മറ്റു ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അത് ചെറുതാണ് എങ്കിൽ പോലും നടക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും, അഥവാ നടക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കുന്നു എങ്കിൽ അത് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെയും ഐശ്വര്യങ്ങളെയും സൂചിപ്പിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊന്ന് വഴിയിൽ നിന്നും പണം ലഭിക്കുക എന്നതാണ്. പലരും ഇപ്രകാരം ലഭിക്കുന്നതായ പണം അത് എന്തുകൊണ്ട് തനിക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കാതെ പലരും എവിടെയെങ്കിലും വയ്ക്കുകയും അത് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്നും മറയുകയോ ചെയ്യാം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ ശുഭകരമാണ്. പറയുന്നത് വഴിയിൽ നിന്നും നാണയം ലഭിക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി കടാക്ഷമാണ്. ആ നാണയം നിങ്ങൾ ചെലവാക്കാതെ അല്ലെങ്കിൽ ആ പണം ചെലവാക്കാതെ ശുദ്ധിയാക്കിയതിനു ശേഷം അഥവാ തുടച്ചതിന് ശേഷം, നാണയമാണ് എങ്കിൽ കഴുകിയതിന് ശേഷം നിങ്ങളെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാകുന്നു. ഇനി അഥവാ പേഴ്സില്ല എങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഇടത്താണ് എങ്കിൽ അവിടെയാണ് എങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നിങ്ങൾക്ക് നൽകും. ദീർഘനാളായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ ചില വസ്തുക്കൾ ഉണ്ടാകാം. ഓർമ്മപ്പിച്ചുകൊണ്ട് നിങ്ങൾ മാറ്റിവെച്ചതാകാം കാര്യങ്ങളാകാം. അത്തരം കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ ഒരു നിമിഷത്തിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരികെ ലഭിക്കുന്നു, ഓർമ്മയിൽ വരുന്നു എങ്കിൽ ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി കടാക്ഷത്താൽ പല കാര്യങ്ങളും അനുകൂലമാകാൻ പോകുന്നു. തടസ്സങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളാൽ മാറ്റിവെച്ചതായ കാര്യങ്ങൾ പോലും അനുകൂലമാവുകയോ, അപ്രതീക്ഷിതമായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് ധനപരമോ തൊഴിൽപരമോ വിധിയുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളോ ആകാം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊന്ന് സന്തോഷമാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും
പ്രയാസമേറിയ ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷത്തിൽ ഇരിക്കുവാൻ സാധിക്കുക എന്നത്. ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ പലർക്കും സന്തോഷിക്കുവാൻ സാധിക്കണം എന്നില്ല. പലവിധ ദുഃഖങ്ങൾ വന്നു ചേരാം. എന്നാൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിലേക്ക് കടന്നു വരും. എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. ഇനി അഥവാ ശുഭവാർത്തകൾ കേട്ടിട്ടാകാം, അല്ലെങ്കിൽ കൂടുതലായും ശുഭവാർത്തകൾ, സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം സന്തോഷിക്കുന്നതുമാകാം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നത് മഹാലക്ഷ്മി കടാക്ഷത്താലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. ഇഷ്ടദേവതയുടെ അനുഗ്രഹമുണ്ട് എങ്കിലും, കുടുംബദേവത കടാക്ഷമുണ്ട് എങ്കിലും ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ് പുണ്യസ്ഥലങ്ങൾ ദർശിക്കുക, സന്ദർശിക്കുക എന്നത്. പലപ്പോഴും പലരും തീരുമാനങ്ങൾ എടുത്തിട്ട് പോലും അത് മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഈ പരാമർശിക്കുന്ന വ്യക്തികൾക്ക് അവർ ആഗ്രഹിച്ചതായ പുണ്യസ്ഥലങ്ങളിലേക്ക് ദർശനം നടത്തുവാൻ സാധിക്കും. വളരെ കാലമായി ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പോലും നിങ്ങൾക്ക് പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഇപ്രകാരം സംഭവിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ, അനുഭവിക്കുന്നതായ പലവിധ ദുഃഖ ദുരിതങ്ങൾ ഒഴിയുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഏത് കാര്യവും പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കുക. പലപ്പോഴും നിങ്ങൾക്ക് പലവിധ സംശയങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത് നഷ്ടസാധ്യത കണക്കിലെടുത്തോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കുകയും ഏത് കാര്യവും പെട്ടെന്ന് കൃത്യതയോടെ ശരിയായ തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ്. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. എന്ത് ചെടി നിങ്ങൾ നടുകയാണ് എങ്കിലും അത് പെട്ടെന്ന് പിടിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ആരംഭിച്ച ബിസിനസ് പെട്ടെന്ന് ഉയർച്ചയിലേക്ക് വന്നു ചേരും. ഇനി അഥവാ നഷ്ടത്തിലുള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് അനുകൂലമാകുന്നതായ ചില സാഹചര്യങ്ങൾ, ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ഇത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ, മനസ്സിലിരിപ്പ് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരുകയും അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതും ശുഭകരമാണ് ലക്ഷണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നഷ്ടങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കുകയും ലാഭം വർദ്ധിപ്പിക്കുകയോ സന്തോഷകരമോ ലാഭം നേടിത്തരാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ പരാമർശിച്ചതായ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും പ്രകടമാവുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളുടെ സൂചനയാണ്. വന്ന് ഭവിക്കാൻ പോകുന്ന മഹാലക്ഷ്മി കടാക്ഷത്താലോ ഇഷ്ടദേവതയാലോ കുടുംബദേവതയാലോ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ തുടക്കമാണ് എന്ന് നിസ്സംശയം പറയാം.